shall turn to the book of Isaiah 42 and verse 3. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 42ന്റെ 3-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. It says, a smoldering wick God will never snuff out. ആ വാക്യം പറയുന്നു, ചതഞ്ഞ ഓട ദൈവം ഒരിക്കലും ഒടിച്ചു കളകയില്ല. God will not quench the dimly burning flame. പുകയുന്ന തിരി ദൈവം കെടുത്തു കളകയുമില്ല. We are going to meditate on the subject miracles for the doubting hearts. ഇന്ന് സംശയിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ The പോകുന്നു. Bible says in Hebrews 11:6, എബ്രായർ 11ന്റെ 6-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, it is impossible to please God without faith. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. Mark chapter 9:23 and 24. മർക്കോസ് 9:23-24 എന്നീ വാക്യങ്ങൾ God says, അവിടെ ദൈവം if you പറയുന്നു, can believe, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ all things are possible. നിങ്ങൾക്ക് സകലതും സാധ്യമാണ്. God is a God of faith. ദൈവം വിശ്വാസത്തിന്റെ ദൈവമാകുന്നു. But there are times when our hearts are full of doubts. എന്നാൽ നമ്മുടെ ഹൃദയങ്ങളിൽ സംശയങ്ങൾ നിറയുന്ന ചില സമയങ്ങളുണ്ട്. We begin to doubt. നാം സംശയിക്കുവാൻ തുടങ്ങുന്നു. James chapter 1:6 and 7 says, യാക്കോബ് 1:6-7 എന്നീ വാക്യങ്ങൾ പറയുന്നു, let a doubting man never expect a miracle. സംശയിക്കുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും അത്ഭുതം പ്രതീക്ഷിക്കാനാവില്ല. A double-minded man can never expect a miracle. ഇരുമനസ്സുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അത്ഭുതം പ്രതീക്ഷിക്കാനാവില്ല. Therefore, what shall we do? ആയതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യും? But God says, എന്നാൽ ദൈവം പറയുന്നു, in Ephesians chapter 4 and verse 6, എഫേസ്യർ 4:6 വാക്യത്തിൽ, I am their father, ഞാൻ അവരുടെ പിതാവാണ്, I am their God, ഞാൻ അവരുടെ but ദൈവമാണ്, I am their father also. എന്നാൽ ഞാൻ അവർക്ക് പിതാവുമാണ്. How can I leave them like that? ഇതുപോലെ എനിക്ക് എങ്ങനെ അവരെ കൈവിടുവാൻ സാധിക്കും? I must help them. ഞാൻ അവരെ സഹായിക്കണം. The Bible says വേദപുസ്തകം in പറയുന്നു, 1 John chapter 1 and verse 5, 1 യോഹന്നാൻ 1:5 വാക്യത്തിൽ, God is light. ദൈവം വെളിച്ചമാകുന്നു. God is light. ദൈവം വെളിച്ചമാകുന്നു. God is a light. ദൈവം വെളിച്ചമാകുന്നു. And he says, ദൈവം പറയുന്നു, Matthew chapter 5 and verse 14, മത്തായി 5:14 വാക്യത്തിൽ, you my children, you are the light of the world. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. So I want you to burn all the ആകയാൽ time. നിങ്ങൾ എപ്പോഴും പ്രകാശിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. How does a man burn? എങ്ങനെയാണ് ഒരു മനുഷ്യൻ പ്രകാശിക്കുന്നത്? It is the faith in the heart of a person who makes him burn. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലെ വിശ്വാസമാണ് ആ വ്യക്തിയെ പ്രകാശിപ്പിക്കുന്നത്. If you read Romans 12 and verse 3, നിങ്ങൾ റോമർ 12:3 വാക്യം വായിക്കുകയാണെങ്കിൽ, God has given faith to every heart. ദൈവം എല്ലാ ഹൃദയങ്ങൾക്കും വിശ്വസിക്കുന്നതിനുള്ള കൃപ നൽകിയിട്ടുണ്ട്. Every one of you. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം God നൽകിയിട്ടുണ്ട്. has blessed you with some faith. ദൈവം എന്തെങ്കിലും ഒരു വിശ്വാസം നൽകി നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. When we switch on the electric switch, നമ്മൾ ഇലക്ട്രിക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ you expect the light to burn. നിങ്ങൾ ലൈറ്റ് പ്രകാശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. You expect the fan to go. ഫാൻ തിരിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. That is the faith given to you by God. അതാകുന്നു നിങ്ങൾക്ക് ദൈവത്താൽ നൽകപ്പെട്ട വിശ്വാസം. It is burning in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിൽ Like പ്രകാശിക്കുകയാണ്. a flame, it is burning. അത് ഒരു അഗ്നിജ്വാല പോലെ പ്രകാശിക്കുന്നു. God does not say, ദൈവം ഇപ്രകാരം പറയുകയില്ല, this girl only a little faith. ഈ പെൺകുട്ടിക്ക് അല്പം വിശ്വാസമേ ഉള്ളൂ, Let me quench it. ഞാനത് അണച്ചു കളയട്ടെ. No, no. ഇല്ല, ദൈവം അങ്ങനെ പറയില്ല. ഇല്ല, He says, let it burn. ദൈവം പറയും അത് പ്രകാശിക്കട്ടെ. I will help it to burn all the more. അത് കൂടുതൽ പ്രകാശിക്കുന്നതിന് വേണ്ടി ഞാൻ അവളെ സഹായിക്കും. The Bible says, വേദപുസ്തകം in പറയുന്നു, Psalm 118 and verse 27, സങ്കീർത്തനം 118:27, God is a God who wants to illuminate his people. ദൈവം തന്റെ ജനത്തെ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. He illuminates his people in two ways. ദൈവം രണ്ട് വിധത്തിൽ തന്റെ ജനത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. The Bible says, വേദപുസ്തകം പറയുന്നു, Romans chapter 10 and verse 17, റോമർ 10:17 വാക്യത്തിൽ, he sends his word. ദൈവം തന്റെ വചനം അയക്കുന്നു. His word comes into our heart ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. and it helps the faith in our hearts to burn. അത് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. With increased light, it begins to burn. ആ മങ്ങിയ വെളിച്ചം പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. In the same way, ഇതുപോലെ തന്നെ in Psalm 34 and verse 5, സങ്കീർത്തനം 34:5 the വാക്യത്തിൽ Bible says, വേദപുസ്തകം when പറയുന്നു, you look to him in prayer, നമ്മൾ പ്രാർത്ഥനയിൽ ദൈവത്തിങ്കലേക്ക് നോക്കുമ്പോൾ he makes your face to shine radiantly. ദൈവം നിങ്ങളുടെ മുഖത്തെ അത്യുജ്വലമായി പ്രകാശിപ്പിക്കുന്നു. Two ways.
രണ്ട് വിധത്തിൽ. When you read the Bible, നിങ്ങൾ വചനം വായിക്കുമ്പോൾ, or when you hear the word of God, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, it increases the flame in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം എന്ന ജ്വാലയെ വർദ്ധിപ്പിക്കുന്നു. Increases the faith in your heart. അത് നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. Secondly, when you cry out to him, രണ്ടാമതായി നിങ്ങൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, when you pray unto him, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, he increases your faith. ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നു. He makes your face to shine. ദൈവം നിങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു. That is the mind of God. അതാകുന്നു ദൈവത്തിന്റെ മനസ്സ്. Several years ago, നിരവധി വർഷങ്ങൾക്ക് മുൻപ് there was a war in a place called Crimea near റഷ്യയുടെ Russia. അടുത്തുള്ള ക്രിമിയ എന്ന സ്ഥലത്ത് ഒരു യുദ്ധം It നടക്കുകയായിരുന്നു. was a war between the British army and the Russian army. അത് ബ്രിട്ടീഷ് സൈന്യത്തിനും റഷ്യൻ സൈന്യത്തിനും ഇടയിലുണ്ടായ യുദ്ധമായിരുന്നു. Nearly 5,000 British soldiers were wounded. ഏകദേശം 5000 ബ്രിട്ടീഷ് പടയാളികൾക്ക് മുറിവേറ്റു. That was the time they sent a nurse called Florence Nightingale all the way to Crimea to treat these 5,000 soldiers. ആ സമയത്തായിരുന്നു ഈ 5000 പട്ടാളക്കാരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന നേഴ്സിനെ ബ്രിട്ടീഷുകാർ അവിടേക്ക് പറഞ്ഞയച്ചത്. She'll work from morning 6 to night 6. അവൾ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ജോലി ചെയ്യും. Afterwards she will go home. അതിനുശേഷം അവൾ വീട്ടിലേക്ക് പോകും. Finally at night 11 o'clock she will come. അവസാനം രാത്രി 11 മണിക്ക് അവൾ തിരിച്ചു വരും. She will carry a small oil lamp in her hand. അവളുടെ കയ്യിൽ ഒരു ചെറിയ എണ്ണവിളക്കുണ്ടായിരിക്കും. She will look into the face of every soldier. അവൾ ഓരോ പട്ടാളക്കാരന്റെയും മുഖത്ത് സൂക്ഷിച്ചു നോക്കും. How is he feeling? അയാൾക്ക് സുഖമാണോ, അയാൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നറിയുവാൻ. Those people will be waiting for her to come. എന്നാൽ ആ പട്ടാളക്കാർ ഫ്ലോറൻസ് നൈറ്റിംഗേൽ വരുന്നതിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കും. They will not look at the lamp. അവർ ആ എണ്ണവിളക്കിലേക്ക് നോക്കുകയില്ല. They will look at her face. അവർ നേഴ്സിന്റെ മുഖത്തേക്ക് നോക്കും. But because her face will be shining. എന്തുകൊണ്ടെന്നാൽ ആ നേഴ്സിന്റെ മുഖം പ്രകാശിക്കുന്നുണ്ടായിരിക്കും. Radiant. ആ മുഖം തേജസ്സോടെ പ്രകാശിക്കുന്നുണ്ടായിരിക്കും. Radiant with God's love and compassion. ദൈവസ്നേഹത്താലും മനസ്സലിവിനാലും നിറഞ്ഞ് ആ നേഴ്സിന്റെ മുഖം തേജസ്സോടെ പ്രകാശിക്കുന്നുണ്ടായിരിക്കും. Why this radiance? എന്തുകൊണ്ടാണ് ആ നേഴ്സിന്റെ മുഖം തേജസ്സോടെ പ്രകാശിച്ചത്? After 6 o'clock in the evening she will go home to her room. വൈകുന്നേരം 6 മണിക്ക് ശേഷം അവൾ വീട്ടിലേക്ക് ചെല്ലും. പിന്നെ മുറിയിലേക്ക് പോകും. Kneel down and pray. അവൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. Lord, I have done my best for these people. ദൈവമേ, ഈ പട്ടാളക്കാരെ ഞാൻ പരമാവധി ശുശ്രൂഷിച്ചിരിക്കുന്നു. Now you heal them. ഇനി അങ്ങ് അവർക്ക് സൗഖ്യം നൽകണമേ. You comfort them. ഇനി അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ. Therefore, when she would come back, അതുകൊണ്ടാണ് അവൾ പട്ടാളക്കാരുടെ അരികിൽ തിരിച്ചെത്തുമ്പോൾ would have made her face to shine. ദൈവം ആ നേഴ്സിന്റെ മുഖം തേജസ്സോടെ പ്രകാശിപ്പിച്ചിരിക്കും. Oh, my precious brothers and sisters. എന്റെ വിലയേറിയ സഹോദരി സഹോദരന്മാരെ, When you have God with you, ദൈവം നിങ്ങളോടൊപ്പം വസിക്കുന്നുണ്ടെങ്കിൽ, when He comes to you, ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ He will make your face to shine. ദൈവം നിങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കും. He will put faith in your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസം ജനിപ്പിക്കും. Right now He is with us. ഇപ്പോൾ ദൈവം നമ്മോടൊപ്പമുണ്ട്. In Matthew 18 and verse 20, മത്തായി 18-20 വാക്യത്തിൽ Yes, there were 2 or 3 gathered in my name. ദൈവം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെയെല്ലാം കൂടിയിരിക്കുന്നുവോ I shall be in your midst. ഞാൻ അവരുടെ മധ്യത്തിൽ He ഉണ്ടായിരിക്കും. is in your midst. ദൈവം നിങ്ങളുടെ മധ്യത്തിലുണ്ട്. He is injecting faith in your heart. ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം Your സന്നിവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. face will shine. തീർച്ചയായും നിങ്ങളുടെ മുഖം പ്രകാശിക്കും. Hallelujah! ഹല്ലേലൂയ! Everyone is going to be blessed tonight. എല്ലാവരും ഇന്ന് അനുഗ്രഹീതരാകുവാൻ പോകുന്നു. Let us see now. നമുക്കിപ്പോൾ നോക്കാം, What are the things that block our faith? നമ്മുടെ വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്. The Bible says വേദപുസ്തകം പറയുന്നു, in Proverbs 12:25, സദൃശ്യവാക്യങ്ങൾ 12:25, Oh, the anxiety in a man's heart brings depression. അയ്യോ, മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. Matthew 6:25 and 31. മത്തായി 6:25, 31 എന്നീ വാക്യങ്ങൾ. What shall I eat? ഞാൻ എന്ത് തിന്നും? What shall I drink? ഞാൻ എന്ത് കുടിക്കും? What shall I be clothed withal? അയ്യോ, ഞാൻ എന്തുടുക്കും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് Every day worry. ഓരോ ദിവസവും നമ്മൾ വിഷമിക്കുന്നു. Secondly, രണ്ടാമതായി in Proverbs 14:10, സദൃശ്യവാക്യങ്ങൾ 14:10, the bitterness in a man's heart is known only to him. ഹൃദയം സ്വന്തം ദുഃഖത്തെ അറിയുന്നു. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ കയ്പ് ആ മനുഷ്യന് മാത്രമേ അറിയാനാകൂ. Bitterness. അതെ, വിദ്വേഷം. It destroys our faith. അത് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു. Matthew 13:21. മത്തായി 13:21 വാക്യം. Tribulation destroys our faith.
ഉപദ്രവം അല്ലെങ്കിൽ ഞെരുക്കം നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു. One tribulation after the other tribulation. ഒന്നിനു പിറകെ ഒന്നായി ഉപദ്രവങ്ങൾ You ഉണ്ടാകുമ്പോൾ lose your faith in God. നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. Begin to cry. നിങ്ങൾ കരയുവാൻ തുടങ്ങുന്നു. Where is God now? ഇപ്പോൾ ദൈവം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് Waiting destroys your faith. അതെ, കാത്തിരിപ്പ് നിങ്ങളുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു. Proverbs 13:12 says, സദൃശ്യവാക്യം 13:12 പറയുന്നു, hope deferred brings depression. ആശ വിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു. How long can I wait? ഇനിയും എത്ര കാലം ഞാൻ കാത്തിരിക്കണം? When will I get married? എപ്പോഴാണ് എന്റെ വിവാഹം നടക്കുക? When will I get a job? എപ്പോഴാണ് എനിക്കൊരു ജോലി ലഭിക്കുക? Why this delay? എന്തുകൊണ്ടാണ് ഇതിന് താമസം നേരിടുന്നത്? Where is God? എവിടെയാണ് ദൈവം? Bitterness is known only to your soul. നിങ്ങളുടെ ഹൃദയത്തിലെ കൈപ്പേറിയ വിചാരങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അറിയാനാകൂ. As our dear Bishop John Lazarus said, നമ്മുടെ പ്രിയപ്പെട്ട ബിഷപ്പ് ജോൺ ലാസറസ് പറഞ്ഞതുപോലെ on the 21st May 1986, 1986 മെയ് 21 when we were going to the Karunya Institute of Technology, ഞങ്ങൾ കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ bus came and met, ഒരു ബസ് അതിവേഗം ഞങ്ങൾക്കെതിരെ വന്നു. came and hit us. പിന്നീട് ഞങ്ങളുടെ കാറിൽ വന്ന് ഇടിച്ചു. I lost my precious daughter Angel. എനിക്ക് എന്റെ വിലയേറിയ മകൾ ഏഞ്ചലിനെ നഷ്ടപ്പെട്ടു. And I began to ask God, ഞാൻ ദൈവത്തോട് ചോദിക്കുവാൻ തുടങ്ങി, why did you allow my daughter to die? അയ്യോ, എന്റെ മകൾ മരിച്ചുപോയല്ലോ, എന്തുകൊണ്ടാണ് അങ്ങ് ഇത് അനുവദിച്ചത്? I am dying for you. ഞാൻ അങ്ങേക്ക് വേണ്ടി I am മരിക്കുകയാണ്. dying for your ministry. ഞാൻ അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. Where is God? എവിടെയാകുന്നു ദൈവം? I told my wife, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, സ്റ്റെല്ല, I will never preach this gospel again. ഞാൻ ഇനി ഒരിക്കലും ഈ സുവിശേഷം പ്രസംഗിക്കുകയില്ല. I can never say God is good. ദൈവം നല്ലവനാണെന്ന് എനിക്ക് ഒരിക്കലും പറയാനാവില്ല. Wept and wept and wept. ഞാൻ തേങ്ങിക്കരഞ്ഞു, കരഞ്ഞു വിലപിച്ചു. One day the Holy Spirit came and filled us. ഒരു ദിവസം പരിശുദ്ധാത്മാവ് വന്ന് ഞങ്ങളെ അത്യധികമായി നിറച്ചു. And Jesus came. യേശു കടന്നു വന്നു. Jesus said, യേശു പറഞ്ഞു, my children, എന്റെ കുഞ്ഞുങ്ങളെ, my children, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, your daughter is with me. നിങ്ങളുടെ മകൾ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. But in heaven, എന്നാൽ സ്വർഗത്തിൽ I have told my angels, ഞാൻ എന്റെ ദൂതന്മാരോട് ഇങ്ങനെ and പറഞ്ഞിട്ടുണ്ട്. I have told the devil himself, ഞാൻ പിശാചിനോട് തന്നെ ഇപ്രകാരം that in പറഞ്ഞിട്ടുണ്ട്, spite of this tragedy you will still preach my gospel. ഈ ദുരന്തത്തിന്റെ മധ്യത്തിലും നിങ്ങൾ എന്റെ സുവിശേഷം തുടർന്ന് Are പ്രസംഗിക്കുമെന്ന്. you going to make me put my head down in shame? നിങ്ങൾ എന്നെ ലജ്ജിപ്പിക്കുവാൻ പോകുകയാണോ? ഞാൻ ലജ്ജയോടെ തലകുനിക്കേണ്ടി വരുമോ? We shouted back, ഞങ്ങൾ ഉച്ചത്തിൽ പറഞ്ഞു, Lord, we will never allow that to happen to you. കർത്താവെ, അപ്രകാരം അങ്ങേക്ക് സംഭവിക്കുവാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. He lifted us up. ദൈവം ഞങ്ങളെ ഉയർത്തി. His grace lifted us up. ദൈവത്തിന്റെ കൃപ ഞങ്ങളെ കരം പിടിച്ചുയർത്തി. That is why we are here. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. On the 10th January 1990, 1999 ജനുവരി 10 my heart stopped for 1.5 hours. എന്റെ ഹൃദയം ഏകദേശം 1.5 മണിക്കൂർ നിന്നുപോയി. And the doctor said he is dead. അദ്ദേഹം മരിച്ചു എന്ന് ഡോക്ടർമാർ പറഞ്ഞു. Several pastors cried out for me. നിരവധി പാസ്റ്റർമാർ എനിക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. And my heart began to beat again. എന്റെ ഹൃദയം വീണ്ടും മിടിക്കുവാൻ തുടങ്ങി. There was a big operation for 14 hours. 14 മണിക്കൂർ നീണ്ടുനിന്ന ഒരു ശസ്ത്രക്രിയയ്ക്ക് ഞാൻ വിധേയനായി. And the doctor came out. ഡോക്ടർമാർ പുറത്തു വന്നു. He told my son Paul, അദ്ദേഹം എന്റെ മകൻ പോളിനോട് പറഞ്ഞു, Paul, പോൾ, we have done our best. ഞങ്ങൾ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധിയെല്ലാം ചെയ്തിരിക്കുന്നു. But your father's heart is trying to stop again. എന്നാൽ നിന്റെ പിതാവിന്റെ ഹൃദയം വീണ്ടും പ്രവർത്തനരഹിതമാകുവാൻ പോകുകയാണെന്ന് തോന്നുന്നു. We don't know what to do. എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ ഞങ്ങൾക്കറിയില്ല. My son said, എന്റെ മകൻ പറഞ്ഞു. he went out of the room. അവൻ മുറിയിൽ നിന്ന് പുറത്തുപോയി. And he cried, അവൻ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. why should this happen only to my father? എന്തുകൊണ്ടാണ് എന്റെ പിതാവിന് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത്? Why should this happen only to my father? എന്തുകൊണ്ടാണ് എന്റെ പിതാവിന് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നത്? Lord, I want my father. ദൈവമേ, എനിക്ക് എന്റെ പിതാവിനെ വേണം. He cried openly in the corridors of the hospital. ആ ആശുപത്രിയുടെ വരാന്തയിൽ അവൻ പരസ്യമായി നിലവിളിച്ചു. I came out. ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു. After 70 days I was discharged. 17 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നു. But below my hip I could not walk. എന്നാൽ എന്റെ അരയ്ക്ക് താഴെ തളർന്നിരുന്നു. എനിക്ക് നടക്കുവാൻ സാധിച്ചിരുന്നില്ല. I was carried out of my room. എന്നെ എടുത്തുകൊണ്ടാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത്. And I cried to God for 6 months. ഞാൻ 6 മാസക്കാലം ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. Lord, I am a burden unto myself.
ദൈവമേ, ഞാൻ എനിക്ക് തന്നെ ഒരു ഭാരമായി തീർന്നിരിക്കുന്നു. Why did you make me like this? എന്തുകൊണ്ടാണ് അങ്ങനെ ഈ അവസ്ഥയിലേക്ക് തള്ളിവിട്ടത്? Cried and cried. ഞാൻ കരഞ്ഞു വിലപിച്ചു. Slowly my strength came. സാവധാനത്തിൽ എനിക്ക് ശക്തി തിരികെ ലഭിച്ചു. 14 years I have prayed for my full healing. എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി 14 വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. Not one day. ഒരു ദിവസമല്ല, 14 years I have prayed. 14 വർഷം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. And from last week, കഴിഞ്ഞ ആഴ്ച മുതൽ in a mysterious way, നിഗൂഢാത്മകമായ രീതിയിൽ God has started touching my feet. ദൈവം എന്റെ പാദങ്ങളെ സ്പർശിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. Slowly strength is coming back. സാവധാനത്തിൽ ശക്തി എനിക്ക് തിരികെ ലഭിക്കുന്നു. I know I'll be 100% well pretty soon. എനിക്ക് എത്രയും വേഗത്തിൽ 100% സൗഖ്യം ലഭിക്കുമെന്ന് എനിക്കറിയാം. Oh, let us cry to him. നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. Bitterness destroys our faith, ഹൃദയത്തിലെ കയ്പ് അല്ലെങ്കിൽ വിദ്വേഷം നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു. but the grace of God sustains. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മെ നിലനിർത്തുന്നു. In 2 Corinthians chapter 12 and verse 9, 2 കൊരിന്ത്യർ 12:9 വാക്യത്തിൽ God has said, ദൈവം പറഞ്ഞിട്ടുണ്ട്, my grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതിയായതാകുന്നു. In your weakness my strength shall be perfected. എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. My precious brothers and sisters, എന്റെ വിലയേറിയ സഹോദരന്മാരെ, സഹോദരിമാരെ, bitterness destroys our faith. നമ്മുടെ ഹൃദയത്തിലെ കയ്പ് നമ്മുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്നു. Not for long. അത് ദീർഘകാലത്തേക്കല്ല. Not for long. അത് ദീർഘകാലത്തേക്കല്ല. When we gather like this, നമ്മൾ ഇതുപോലെ ഒത്തൊരുമിച്ച് കൂടുമ്പോൾ, when the master comes, യജമാനൻ കടന്നു വരുമ്പോൾ, he kindles our faith through his word. ദൈവം തന്റെ വചനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തെ കത്തി ജ്വലിപ്പിക്കുന്നു. When we cry to him, നമ്മൾ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ his face shines upon us ദൈവം തന്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിപ്പിക്കുന്നു. and it begins to radiate. നമ്മുടെ മുഖം തേജസ്സോടെ പ്രകാശിക്കുവാൻ തുടങ്ങുന്നു. We shall turn to the book of Isaiah 42 and verse 3. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകം 42:3 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. It says, a smoldering wick God will never snuff out. ആ വാക്യം പറയുന്നു, ചതഞ്ഞ ഓട ദൈവം ഒരിക്കലും ഒടിച്ചു കളകയില്ല. God will not quench the dimly burning flame. പുകയുന്ന തിരി ദൈവം കെടുത്തു കളകയുമില്ല. We are going to meditate on the subject miracles for the doubting hearts. ഇന്ന് സംശയിക്കുന്ന ഹൃദയങ്ങൾക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ വിശദമായി ധ്യാനിക്കുവാൻ പോകുന്നു. 2000 years ago, 2000 വർഷങ്ങൾക്ക് മുൻപ് this great God came into this world. ഈ മഹാനായ ദൈവം ഈ ഭൂമിയിലേക്ക് വന്നു, ഭൂമിയിൽ വന്ന് അവതരിച്ചു. He was called Jesus. ആ ദൈവം യേശു എന്ന പേരിൽ അറിയപ്പെട്ടു. Matthew 1:23 says, മത്തായി 1:23 അപ്രകാരം പറയുന്നു, Jesus was none other than God in flesh. യേശു എന്നാൽ മറ്റാരുമായിരുന്നില്ല, ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. 1 Timothy chapter 3 and verse 16 tells us so. 1 തിമോത്തിയോസ് 3:16 വാക്യം അപ്രകാരം നമ്മോട് പറയുന്നുണ്ട്. Romans chapter 9 and verse 5 tells us so. റോമർ 9:5 വാക്യം അപ്രകാരം നമ്മോട് പറയുന്നു, He was in this world. യേശു ഈ ലോകത്തിൽ ആയിരുന്നു. When double-minded people came to him, how he treated them. ഇരുമനസ്സുള്ള മനുഷ്യർ യേശുവിനെ സമീപിച്ചപ്പോൾ യേശു എങ്ങനെയാണ് അവരോട് പെരുമാറിയത്, അവരോട് ഇടപെട്ടത്? How the doubting people were dealt by him. സംശയിക്കുന്ന മനുഷ്യരെ യേശു എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? If you read Mark chapter 9, 23 and 24, നിങ്ങൾ മർക്കോസ് 9:23, 24 എന്നീ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, the father came running and wept before. അവിടെ ഒരു പിതാവ് യേശുവിന്റെ അരികിലേക്ക് ഓടി വന്ന് നിലവിളിക്കുന്നത് നമ്മൾ കാണുന്നു. He said, Lord, my son is possessed by an evil power. ആ പിതാവ് പറഞ്ഞു, കർത്താവേ, എന്റെ മകനെ ഒരു ഭൂതം പിടികൂടിയിരിക്കുന്നു, അവന് ഭൂതോപദ്രവമുണ്ട്. It throws him into water or fire. ആ ദുരാത്മാവ് പലപ്പോഴും അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിടുന്നു. Please help me. ദയവായി എന്നെ സഹായിക്കണമേ. And the Lord said, don't worry. അപ്പോൾ യേശു പറഞ്ഞു, നീ വിഷമിക്കേണ്ട. If you can believe, all things are possible. വിശ്വസിക്കുന്നവനെ സകലവും കഴിയും. നീ വിശ്വസിച്ചാൽ നിനക്കത് സാധിക്കും. What did the father say? അപ്പോൾ ആ പിതാവ് എന്താണ് പറഞ്ഞത്? He said, അവൻ പറഞ്ഞു, Lord, I believe. ഗുരു, ഞാൻ വിശ്വസിക്കുന്നു. But on the other side, unbelief comes. എന്നാൽ മറുഭാഗത്ത് അവിശ്വാസം എന്നെ പിടികൂടുന്നു. When the fits come upon my son, അപസ്മാര രോഗം എന്റെ മകനെ പിടികൂടുമ്പോൾ, when he bites his tongue, അവൻ തന്റെ നാവ് കടിക്കുമ്പോൾ, all my faith goes away. എന്റെ വിശ്വാസമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. I become a doubting man. ഞാൻ സംശയിക്കുന്ന ഒരു മനുഷ്യനായി മാറുന്നു. Help me. എന്നെ സഹായിക്കണമേ. What did Jesus do?
എന്താണ് യേശു ചെയ്തത്? Did he condemn him? യേശു ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയോ? No. ഇല്ല, കുറ്റപ്പെടുത്തിയില്ല. He commanded that evil spirit to go യേശു ആ ദുരാത്മാവിനോട് ആ മകനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചു. and set him free. ആ മകനെ വിടുവിച്ചു. My brother, എന്റെ സഹോദര, my sister, എന്റെ സഹോദരി, all of us are like that. നാം എല്ലാവരും അതുപോലെയാണ്. One side we have faith. ഒരു ഭാഗത്ത് നമുക്ക് വിശ്വാസമുണ്ട്. When we read the Bible, we get faith. വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നു. When we go to the church, we get faith. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസം When ഉണ്ടാകുന്നു. we go to the prayer meetings, we get faith. പ്രാർത്ഥനാ യോഗത്തിന് പോകുമ്പോൾ നമുക്ക് വിശ്വാസം But ഉണ്ടാകുന്നു. when the problems come, എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, when the sickness comes, രോഗങ്ങൾ നമ്മെ പിടികൂടുമ്പോൾ we lose our faith. നമുക്ക് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നു. Is he going to throw us out? യേശു നമ്മെ തള്ളിക്കളയുമോ? Certainly not. തീർച്ചയായും അപ്രകാരം ചെയ്യില്ല. Bible says, വേദപുസ്തകം പറയുന്നു, a candle which is dimly burning, he will never quench. പുകയുന്ന തിരി ദൈവം ഒരിക്കലും കെടുത്തു കളകയില്ല. He will try to stir it up. ദൈവം അതിനെ കത്തി ജ്വലിപ്പിക്കുവാൻ ശ്രമിക്കും. What about his own disciples? യേശുവിന്റെ സ്വന്തം ശിഷ്യന്മാരുടെ അവസ്ഥ എന്തായിരുന്നു? One day as he was going in a ship, ഒരു ദിവസം യേശു പടകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ a mighty storm came ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു. and it was shaking the ship. പടക് കൊടുങ്കാറ്റിൽ അകപ്പെട്ടു മുങ്ങാറായി. Disciples were very much upset. ശിഷ്യന്മാർ വളരെയധികം ഭയപ്പെട്ടു. They cried unto him, അവർ യേശുവിനോട് നിലവിളിച്ചു, Master, don't you care that we die? നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? He stood up. യേശു എഴുന്നേറ്റ് നിന്നു. Make the waves to go to sleep. തിരമാലകളെ യേശു ശാന്തമാക്കി. He commanded the storm to stop. യേശു കാറ്റിനെയും കടലിനെയും ശാസിച്ചു. Then he asked them, പിന്നീട് അവരോട് ചോദിച്ചു. in Luke 8:25, ലൂക്കോസ് 8:25 വാക്യത്തിൽ, Mark 4:40, അതുപോലെ മർക്കോസ് 4:40, hey, where is your faith? നിങ്ങളുടെ വിശ്വാസം എവിടെ? Even before just leaving this world. ഈ ലോകം വിട്ടു പോകുന്നതിന് അല്പം മുൻപ് പോലും. In Luke 24:25, ലൂക്കോസ് 24:25 വാക്യത്തിൽ he said, you fools, യേശു ഇപ്രകാരം പറയുന്നു, ബുദ്ധിഹീനരെ, you can never believe. നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ല. Set of fools and idiots. നിങ്ങൾ വിഡ്ഢികളുടെ ഒരു കൂട്ടമാണ്, ബുദ്ധിഹീനരാണ്. That's how he said. അങ്ങനെയാണ് യേശു പറഞ്ഞത്. You can't have faith at all. നിങ്ങൾക്ക് അല്പം പോലും വിശ്വാസമില്ല. When he rose up from the dead, യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ everybody saw Jesus. എല്ലാവരും യേശുവിനെ കണ്ടു. But Thomas said, എന്നാൽ തോമസ് പറഞ്ഞു, I must see him. എനിക്ക് യേശുവിനെ കാണണം. I must see the wounds in his hand. യേശുവിന്റെ കൈകളിലെ മുറിവുകൾ എനിക്ക് കാണണം. The wound on the side. യേശുവിന്റെ വിലാപ്പുറത്തെ മുറിവും എനിക്ക് കാണണം. Only then I can believe. എന്നാൽ മാത്രമേ എനിക്ക് വിശ്വസിക്കാനാവൂ. Oh, Jesus came. യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. Thomas, തോമസേ, look at my wounds. എന്റെ മുറിവുകളെ നോക്കൂ. Look at my wounds. എന്റെ മുറിവുകളിലേക്ക് നോക്കൂ. Put your finger. നിന്റെ വിരൽ ഇട്ടു നോക്കൂ. Touch my wounds. എന്റെ മുറിവുകളെ തൊട്ടു നോക്കൂ. Thomas, believe me. തോമസേ, നീ എന്നിൽ വിശ്വസിക്കൂ. Thomas, believe me. തോമസേ, എന്നിൽ വിശ്വസിക്കൂ. I'm really alive. ഞാൻ സത്യമായും ജീവിക്കുന്നു. That is Jesus. അതാകുന്നു യേശു ക്രിസ്തു. Because you have doubt in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ സംശയമുള്ളതുകൊണ്ട്, Because you are double-minded. നിങ്ങൾ ഇരുമനസ്സുള്ളവരായതുകൊണ്ട്, He is not going to throw you out. യേശു നിങ്ങളെ തള്ളിക്കളയുവാൻ പോകുന്നില്ല. You say that he has forgotten you. യേശു നിങ്ങളെ മറന്നു കളഞ്ഞെന്ന് നിങ്ങൾ He പറയുകയാണോ? has forsaken you. യേശു നിങ്ങളെ ഉപേക്ഷിച്ചെന്ന് നിങ്ങൾ പറയുകയാണോ? No, he will never forget. ഇല്ല, ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കില്ല. Isaiah 49:13 says, യെശയ്യാവ് 49:13 പറയുന്നു, we all cry, നമ്മൾ എല്ലാവരും കരയുന്നു, oh, he has forgotten me. അയ്യോ, ദൈവം എന്നെ മറന്നു കളഞ്ഞുവല്ലോ. Totally he has forsaken me. ദൈവം എന്നെ സമ്പൂർണ്ണമായി കൈവിട്ടുവല്ലോ. In Isaiah 49 and verse 15, യെശയ്യാവ് 49:15 he says, ദൈവം പറയുന്നു, will a mother ever forget her sucking child? ഒരു സ്ത്രീ, അതായത് ഒരു അമ്മ, തന്റെ കുഞ്ഞിനെ മറക്കുമോ? Will she have no compassion on the son of her womb? താൻ പ്രസവിച്ച മകനോട് അമ്മയ്ക്ക് കരുണ തോന്നാതിരിക്കുമോ? Even if a mother forgets, ഒരമ്മ തന്റെ സ്വന്തം കുഞ്ഞിനെ മറന്നാലും I will not forget. ഞാൻ ഒരിക്കലും നിന്നെ മറക്കുകയില്ല. None of you should be discouraged. നിങ്ങൾ ആരും നിരാശപ്പെടരുത്. He says, only if a mother can forget a sucking child, I can forget. യേശു പറയുന്നു, ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കുവാൻ സാധിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ മറക്കുവാൻ സാധിക്കൂവെന്ന്. Some time ago, കുറച്ചു കാലം മുൻപ് I heard a testimony of a very precious sister from Mexico. മെക്സിക്കോയിൽ നിന്നുള്ള ഒരു വിലയേറിയ സഹോദരിയുടെ സാക്ഷ്യം ഞാൻ കേട്ടു. As she will be preaching, അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, as she will be preaching, and finally when she begins to pray for the people, അവർ പ്രസംഗിക്കുമ്പോൾ, ഒടുവിൽ ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുമ്പോൾ, suddenly പെട്ടെന്ന് something like oil will flow from her legs.
എണ്ണ പോലെയുള്ള എന്തോ ഒന്ന് അവരുടെ കാലിൽ നിന്ന് ഒഴുകി വരും. Her hands will begin to be full of oil. അവരുടെ കൈകളിൽ മുഴുവൻ എണ്ണ പുരളുവാൻ തുടങ്ങും. I saw it. ഞാനത് കണ്ടു. Then she told her story. പിന്നീട് അവർ തന്റെ കഥ പറഞ്ഞു. She was mightily used by God. അവരെ ദൈവം അതിശക്തമായി ഉപയോഗിച്ചിരുന്നു. Suddenly something came and touched her heart. പെട്ടെന്ന് എന്തോ ഒന്ന് വന്ന് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചു. She was bedridden. അവർ കിടപ്പിലാകുകയും ചെയ്തു. 1.5 years passed by. 1.5 വർഷങ്ങൾ കഴിഞ്ഞുപോയി. She cannot turn from one side to another അവർക്ക് side. ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് തിരിഞ്ഞു കിടക്കുവാൻ പോലും She കഴിഞ്ഞിരുന്നില്ല. can't get up. അവർക്ക് എഴുന്നേൽക്കുവാൻ 2 സാധിച്ചിരുന്നില്ല. people will have to help her all the time. എപ്പോഴും 2 പേർ അവരെ സഹായിക്കണമായിരുന്നു. And she was crying. അവർ കരയുകയായിരുന്നു. Has God forgotten all about me? അയ്യോ, ദൈവം എന്നെ മറന്നു കളഞ്ഞുവല്ലോ. I did so much for God. ഞാൻ ദൈവത്തിനു വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തു. Has He forsaken me? എന്നാൽ ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ? 1.5 years passed by. 1.5 വർഷങ്ങൾ കടന്നുപോയി. 18 months passed by. 18 മാസങ്ങൾ കഴിഞ്ഞുപോയി. One day, ഒരു ദിവസം he heard a voice. അവർ ഒരു ശബ്ദം കേട്ടു. The voice said, ആ ശബ്ദം ഇപ്രകാരം പറഞ്ഞു, My daughter, എന്റെ മകളെ, have you accepted all that the devil has brought to you? പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന സകലതും നീ സ്വീകരിച്ചുവോ? Have you accepted everything? നീ സകലതും സ്വീകരിച്ചുവോ? She said, Yes, Lord. അവർ പറഞ്ഞു, ദൈവമേ, ഞാൻ എല്ലാം സ്വീകരിച്ചു. I have accepted all that He has brought. അവൻ കൊണ്ടുവന്ന സകലതും ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. My heart is weak. എന്റെ ഹൃദയം ബലഹീനമായിരിക്കുന്നു. I am not able to move. എനിക്ക് ചലിക്കുവാൻ സാധിക്കുന്നില്ല. And the voice said, ആ ശബ്ദം പറഞ്ഞു, I am Jesus. ഞാൻ യേശുവാകുന്നു. Now, ഇപ്പോൾ dress up and go to the church. നീ വസ്ത്രം ധരിച്ച് ദൈവാലയത്തിലേക്ക് ചെല്ലുക. She said, I can't do anything. അവർ പറഞ്ഞു, എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. He said, യേശു പറഞ്ഞു, No. ഇല്ല, Dress up. നീ വസ്ത്രം ധരിക്കൂ. Go to the church. ദൈവാലയത്തിലേക്ക് പോകൂ. She told her assistants, Please dress me തന്നെ up. വസ്ത്രം ധരിപ്പിക്കുവാൻ അവർ തന്റെ സഹായികളോട് I want ആവശ്യപ്പെട്ടു. to go to the church. എനിക്ക് ദൈവാലയത്തിലേക്ക് പോകണം. They said, Are you a fool? അവർ ചോദിച്ചു, നിങ്ങളൊരു വിഡ്ഢിയാണോ? We can never lift you out of your ഞങ്ങൾക്ക് bed. കിടക്കയിൽ നിന്ന് നിങ്ങളെ ഉയർത്തുവാൻ പോലും സാധിക്കില്ല. The moment we try to do that, ഞങ്ങൾ അപ്രകാരം ചെയ്യുവാൻ ശ്രമിച്ചാൽ you will die. ആ നിമിഷം നിങ്ങൾ മരിച്ചു പോകും. He said, Die or no dying. Let me go to the church. അപ്പോൾ അവർ പറഞ്ഞു, മരിച്ചാലും മരിച്ചില്ലെങ്കിലും എനിക്ക് ദൈവാലയത്തിലേക്ക് പോകണം. With great difficulty they dressed her up. വളരെ പ്രയാസത്തോടെ അവർ ആ സഹോദരിയെ വസ്ത്രം ധരിപ്പിച്ചു. Put her in a chair അവരെ ഒരു കസാരയിൽ ഇരുത്തി. and carried her to the church. പിന്നീട് ആ കസാര എടുത്തുകൊണ്ട് അവർ ദൈവാലയത്തിലേക്ക് പോയി. That was a Sunday. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. The Holy Communion service was being on. അവിടെ ദൈവാലയത്തിൽ വിശുദ്ധ ആരാധന നടന്നുകൊണ്ടിരുന്നു. Pastor was thrilled to see her. പാസ്റ്റർ ആ സഹോദരിയെ കണ്ടപ്പോൾ ആവേശഭരിതനായി. That is the heart of the pastor. അതാകുന്നു പാസ്റ്ററുടെ ഹൃദയം. And from the altar he showed his finger. അൾത്താരയിൽ നിന്ന് പാസ്റ്റർ തന്റെ കരങ്ങൾ വീശി കാണിച്ചു. Just he showed his finger. അദ്ദേഹം തന്റെ കരങ്ങൾ വിരലുകൾ കാണിച്ചപ്പോൾ He could not believe his eyes. അദ്ദേഹത്തിന് തന്റെ കണ്ണുകളെ വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. At that moment, ആ നിമിഷത്തിൽ somebody came between him and God. This lady. അദ്ദേഹത്തിനും ആ സ്ത്രീക്കുമിടയിൽ ആരോ ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. Jesus came. യേശുക്രിസ്തു കടന്നു വന്നു. He showed her whole body. യേശു തന്റെ മുറിവേറ്റ ശരീരം മുഴുവൻ അവർക്ക് മുൻപിൽ പ്രദർശിപ്പിച്ചു. Full of wounds. ആ ശരീരം മുഴുവൻ മുറിവുകളായിരുന്നു. And he said, യേശു പറഞ്ഞു, My daughter, എന്റെ മകളെ, this is for നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പീഡനങ്ങൾ by സഹിച്ചത്. my stripes you are healed. എന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. 100% she was healed. ആ സഹോദരിക്ക് 100% സൗഖ്യം ലഭിച്ചു. She is being used by God again. വീണ്ടും ആ സഹോദരി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ If തുടങ്ങി. you read Isaiah 40 and verse 29, നിങ്ങൾ യെശയ്യാവ് 40:29 വായിക്കുകയാണെങ്കിൽ the Bible says, അവിടെ വചനം പറയുന്നു, He gives power to the weak. യേശു ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. He gives power to the weak. യേശു ബലമില്ലാത്തവനെ ബലം വർദ്ധിപ്പിക്കുന്നു. Do you say that I am weak tonight? അയ്യോ, ഞാൻ ഇന്ന് ബലഹീനനാണല്ലോ എന്ന് നിങ്ങൾ പറയുകയാണോ? He gives you his power. യേശു തന്റെ ബലം നിങ്ങൾക്ക് നൽകുന്നു. What is that power? എന്താകുന്നു ആ ബലം? He gives you his faith. യേശു തന്റെ വിശ്വാസമാണ് നിങ്ങൾക്ക് നൽകുന്നത്. Hebrews 12:1-2. എബ്രായർ 12:1-2 എന്നീ വാക്യങ്ങൾ. He is the author and he is the finisher of true faith. യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. If you read Hebrews chapter 11 and verse 3, നിങ്ങൾ എബ്രായർ 11:3 വാക്യം വായിക്കുകയാണെങ്കിൽ by faith
he created this entire universe. ദൈവം വിശ്വാസത്താൽ സർവ്വപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചുവെന്ന് വചനം പറയുന്നു. With that faith, he will fill you tonight. ആ വിശ്വാസത്താൽ ദൈവം ഇന്ന് നിങ്ങളെ നിറയ്ക്കും. That is why in 1 Corinthians 1:23, അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 1:23 St. Paul says, പൗലോസ് ഇപ്രകാരം we പറയുന്നത്, preach Christ the crucified. ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. Look at him on the cross. ക്രൂശിലെ യേശുവിനെ നോക്കുവിൻ. The Bible says വേദപുസ്തകം in പറയുന്നു 2 Corinthians chapter 8 and verse 9, 2 കൊരിന്ത്യർ 8:9 വാക്യത്തിൽ, he took all your poverty upon him. യേശു നിങ്ങളുടെ സകല ദാരിദ്ര്യവും തന്റെ മേൽ വഹിച്ചു. Isaiah 53 and verse 4, യെശയ്യാവ് 53:4 വാക്യം പറയുന്നു, he took all your griefs and sorrows. യേശു നിങ്ങളുടെ സകല വേദനകളെയും രോഗങ്ങളെയും തന്റെ മേൽ വഹിച്ചു. Matthew 8:17, മത്തായി 8:17, he took all your infirmities, യേശു നിങ്ങളുടെ സകല ബലഹീനതകളും തന്റെ മേൽ വഹിച്ചു. all your disease. നിങ്ങളുടെ സകല വ്യാധികളും. Galatians 3:13, ഗലാത്യർ 3:13 പറയുന്നു, he took all your curses upon him. യേശു നിങ്ങളുടെ സകല ശാപങ്ങളും തന്റെ മേൽ വഹിച്ചു. Hebrews chapter 2 and verse 9, എബ്രായർ 2:9 വാക്യം പറയുന്നു, he tasted the bitterness of death for everyone. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മരണത്തിന്റെ കയ്പ് ആസ്വദിച്ചറിഞ്ഞു. Everyone. നമുക്കെല്ലാവർക്കും വേണ്ടി He tasted death for everyone. യേശു മരണത്തെ ആസ്വദിച്ചറിഞ്ഞു. When you see him, നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ you say, Lord, you have taken every one of my burden upon yourself. ഇങ്ങനെ പറയുവിൻ, യേശുവേ, എന്റെ സകല ഭാരങ്ങളും അങ്ങ് അങ്ങയുടെ മേൽ വഹിച്ചുവല്ലോ. You have taken it upon yourself. അങ്ങ് അതെല്ലാം അങ്ങയുടെ മേൽ വഹിച്ചു. Whatever problem you may have, my sister, സഹോദരി, ഇന്ന് നിങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും, my young man, എന്റെ യുവാവേ, my darling young child, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, he has endured it himself. യേശു നിങ്ങളുടെ സകല വേദനകളും സ്വയം വഹിച്ചു, സഹിച്ചു. Therefore he knows your agony. അതുകൊണ്ട് നിങ്ങളുടെ വേദനകളെല്ലാം യേശു അറിയുന്നു. He knows. യേശു അതെല്ലാം അറിയുന്നു. യേശു സകലതും അറിയുന്നു. യേശു സകലതും അറിയുന്നു. He knows what is poverty. ദാരിദ്ര്യം എന്നാൽ എന്താണെന്ന് യേശു അറിയുന്നു. He knows what is unemployment. തൊഴിലില്ലായ്മ എന്നാൽ എന്താണെന്ന് യേശു അറിയുന്നു. He knows what it is to be a widow. ഒരു വിധവയായിരിക്കുക എന്നതിന്റെ വേദന യേശു അറിയുന്നു. He knows. യേശു അറിയുന്നു. So when you see him, ആകയാൽ നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ, you know, here is someone who knows my എന്റെ agony. വേദനകൾ അറിയുന്ന ഒരു വ്യക്തി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാനാകും. He will deliver me tonight. ആ വ്യക്തി ഇന്നെന്നെ വിടുവിക്കും. And he will deliver you. അതെ, ഇന്ന് തീർച്ചയായും അവിടുന്ന് നിങ്ങളെ വിടുവിക്കും. I am going to close with the moving ഞാൻ story. ഹൃദയസ്പർശിയായ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഈ സന്ദേശം അവസാനിപ്പിക്കട്ടെ. This happened in a small village. ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ഇത് സംഭവിച്ചത്. A house suddenly got fire. പെട്ടെന്ന് ഒരു വീടിനെ തീപിടിച്ചു. The entire family perished. ആ കുടുംബത്തിലുള്ള എല്ലാവരും മരിച്ചുപോയി. But one small little boy escaped. എന്നാൽ ഒരു കൊച്ചു ബാലൻ മാത്രം രക്ഷപ്പെട്ടു. He was screaming from behind. അവൻ വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ കരയുകയായിരുന്നു. Nobody dared enter that burning house. എന്നാൽ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലേക്ക് പ്രവേശിക്കുവാൻ ആരും ധൈര്യപ്പെട്ടില്ല. But a young man was passing that way was moved with compassion. ആ സമയത്താണ് ആ വഴി കടന്നുപോയ ഒരു യുവാവിന്റെ ഹൃദയം അലിഞ്ഞത്. He jumped into the flame, അവൻ അഗ്നിജ്വാലയിലേക്ക് എടുത്തു ചാടി. covered the little boy in his bosom, ആ കൊച്ചു ബാലനെ തന്റെ മാറോട് ചേർത്തണച്ചു. and brought him out. അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. But he was burned എന്നാൽ terribly. ആ യുവാവിനെ ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. Several weeks he was in the hospital. നിരവധി ആഴ്ചകൾ അവൻ ആശുപത്രിയിലായിരുന്നു. Finally he was discharged. അവസാനം ആശുപത്രിയിൽ നിന്ന് അവൻ വീട്ടിലേക്ക് വന്നു. He came to that village. അവൻ ആ ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. There was a big meeting in that village. അവിടെ വലിയൊരു യോഗം നടക്കുകയായിരുന്നു. The Panchayat Union chairman was there. പഞ്ചായത്ത് യൂണിയൻ ചെയർമാൻ അവിടെ ഉണ്ടായിരുന്നു. The little fellow was standing ആ by his കൊച്ചു side. ബാലൻ അദ്ദേഹത്തിന്റെ അരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. All the relatives of this boy were standing there. ആ ബാലന്റെ ബന്ധുക്കൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. And the Panchayat chief said, ആ പഞ്ചായത്തിലെ മുഖ്യൻ പറഞ്ഞു, my darling child, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, with whom would you like to go? നീ ആരുടെ ഒപ്പമാണ് പോകുവാൻ ഇഷ്ടപ്പെടുന്നത്? Will you go with your grandpa, നീ നിന്റെ മുത്തച്ഛനോടൊപ്പം പോകുന്നുവോ? grandma, മുത്തശ്ശിയോടൊപ്പം? your uncle? നിന്റെ അങ്കിളിനോടൊപ്പം പോകുന്നുവോ? Went on telling him. അദ്ദേഹം അവനോട് ഇപ്രകാരം ചോദിച്ചുകൊണ്ടിരുന്നു. The boy was standing. ആ ബാലൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. Didn't know what to do. എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ലായിരുന്നു. That time this young man came. ആ സമയത്താണ് ഈ യുവാവ് അവിടെ എത്തിച്ചേർന്നത്. The man who saved him from ആ disaster. ഭയാനകമായ വിപത്തിൽ നിന്ന് ആ ബാലനെ രക്ഷിച്ച ആ യുവാവ് But now totally disfigured. ഇപ്പോൾ ആ യുവാവ് പൂർണ്ണമായും ഒരു വിരൂപനായി തീർന്നിരിക്കുന്നു. Beyond recognition. ആ യുവാവിനെ തിരിച്ചറിയുവാൻ പോലും ആർക്കും സാധിക്കുകയില്ല. Came and stood there.
ആ യുവാവ് വന്ന് അവിടെ നിന്നു. with tears in his eyes, പിന്നീട് കണ്ണുനീരോടെ stretched forth his hand towards this little boy. അവൻ തന്റെ കരങ്ങൾ ആ കൊച്ചു ബാലനു നേരെ നീട്ടി. The boy jumped into his hands, ആ ബാലൻ അവന്റെ കരങ്ങളിലേക്ക് ചാടി. held on to his neck, അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. held on to his neck, അവന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു. and cried, നിലവിളിച്ചു, I will go with this uncle. ഞാൻ ഈ അങ്കിളിനോടൊപ്പം പോകും. I will go with him. ഞാൻ ഈ അങ്കിളിനോടൊപ്പം പോകും. My brother, എന്റെ സഹോദര, my sister, എന്റെ സഹോദരി, don't feel lonely in this world. ഈ ലോകത്തിൽ നിങ്ങൾ ഏകരാണെന്ന് നിങ്ങൾക്ക് തോന്നരുത്. Don't say I have no faith. എനിക്കിപ്പോൾ വിശ്വാസമില്ലെന്ന് നിങ്ങൾ പറയരുത്. I have cried so much. ഞാൻ വളരെയധികം നിലവിളിച്ചിരിക്കുന്നു, Nothing has happened. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. No, I have no hope in this world. ഇല്ല, എനിക്കിനി ഈ ലോകത്തിൽ പ്രത്യാശയില്ല. Please do not lose your faith. നിങ്ങൾ ദയവായി വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. Tonight, ഇന്ന് the author and finisher of faith is here. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു He ഇവിടെയുണ്ട്. will embrace you. യേശു നിങ്ങളെ ആലിംഗനം ചെയ്യും. He will kiss you. യേശു നിങ്ങളെ ഉമ്മ വയ്ക്കും. He will say, I given my life for you on the cross. യേശു പറയും, ക്രൂശിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ ബലിയായി അർപ്പിച്ചു. I will take care of you. ഞാൻ നിങ്ങൾക്കായി കരുതും. I will heal your broken heart. ഞാൻ നിങ്ങളുടെ തകർന്ന മനസ്സിന് സൗഖ്യം നൽകും. I will heal your broken body. ഞാൻ നിങ്ങളുടെ തകർന്ന ശരീരത്തെ സൗഖ്യമാക്കും. I will rebuild your broken home. ഞാൻ നിങ്ങളുടെ തകർന്ന ഭവനത്തെ പുതുക്കി പണിയും. I will deliver you from the hands of the devil. ഞാൻ പിശാചിന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. He will never leave us nor forsake us. യേശു ഒരിക്കലും നമ്മെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല.